ഇന്നത്തെ കൂട്ടാനാണ് ഇട്ടത്. കൂട്ടാൻ കയ്യിലായോ? കൂട്ടാൻ വെക്കാനുള്ള സാധനമാണ്. അങ്ങനെ ഇതെന്താ മാളിന് മനസ്സിലായോ? അത് ഇതിന്റെ മുമ്പ് മുത്തശ്ശി പ്രാവശ്യം വെച്ചു. അന്ന് കണ്ടിട്ടില്ല, അതാണ്. അപ്പോൾ മാള് അന്ന് എങ്ങോട്ടോ പോയതായിരുന്നു തോന്നുന്നു. ഡാൻസ് ക്ലാസ്സിന് പോയതായിരുന്നു, അതാണ്. അപ്പൊ അതുകൊണ്ട് അത് കാണാതിരുന്നത്. ഇപ്പൊ ഇതെന്താ മുത്തശ്ശി പറഞ്ഞു തരട്ടെ. ഇതാണ് ചേനപ്പൂവ്. ഇതിപ്പോ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ കുറച്ചുകൂടെ വിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊന്നും നിൽക്കില്ല. ഭയങ്കര ചീത്ത സ്മെല്ലാ വരും. അതെ. അപ്പൊ നമുക്ക് ഇതാണ് കേട്ടോ നമ്മളെ കൂട്ടാനെന്ന്. എന്താ പറയാ, ചേനപ്പൂവും മാങ്ങയും പിന്നെ ഇതാ ഇവിടുത്തെ വഴുതനയിലുണ്ടായ വഴുതനങ്ങയാണ്. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഉപ്പേരി കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മളിന്ന് ഉണ്ടാക്കണത്. അപ്പൊ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു തരാം. എങ്ങനെയാ വെച്ചാലേ ഈ ചേനപ്പൂവ് പരിപ്പ് ഇട്ടിട്ട് വെക്കാം, അതെ, പിന്നെ മാങ്ങ ഇട്ടിട്ട് വെക്കാം, പിന്നെ എങ്ങനെ വെച്ചാൽ മസാലക്കറി വെക്കും ചിലവരെ പറഞ്ഞു. മസാലക്കറിയിൽ എന്തൊക്കെയാണ് ചേർക്കുക എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂട്ടോ. എന്താന്ന് വെച്ചാൽ ചിലവര് പറയണു ഇത് മാത്രം വെക്കാൻ പറ്റുമെന്ന്, ചിലവര് പറയണ്ട ഉള്ളി കിഴങ്ങ് നമ്മള് മറ്റേ പോലെ മസാലക്കറി എല്ലാം കൂടെ ഉണ്ടാക്കില്ലേ, അതിന്റെ ഒപ്പം ചേനപ്പൂ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ കൂട്ടുകാർക്ക് എങ്ങനെ രണ്ടുപേരും വെച്ച് നോക്കാം, ഏതാ ടേസ്റ്റ് അറിയില്ലല്ലോ. അതിന് വേറെ ദിവസം പൂ ഉണ്ടാകുമ്പോ എടുക്കാം. നാറുണ്ട് മുത്തശ്ശി. ഒരു കഞ്ഞിവെള്ളത്തിന്റെ വാസന. കഞ്ഞിവെള്ളമൊന്നുമില്ല അവിടെ. നോട്ടൊക്കെ തരൂ. അത് ചേനപ്പൂ സ്വതവേ ഒരു ഇതുണ്ടാവും, നാറ്റുണ്ട് കേട്ടോ. ഇല്ല വിരിഞ്ഞാലാവുമ്പോ ഇതൊക്കെ കൂട്ടാൻ വെക്കില്ല. അത് ചേനപ്പൂവിന്റെ തന്നെ ഒരു നല്ലൊരു ഇതല്ല. മറ്റേത് ഇങ്ങനത്തെ നാട്ടല്ല വരിക, അവിടെ നിക്കാൻ പറ്റില്ല ആർക്കും. ഇതിങ്ങനെ കാണുന്ന പോലെയല്ല, അതിന്റെ ഉള്ളും കൂടെ മുറിച്ച് കഴിഞ്ഞാൽ എന്താ ഭംഗിയേറെ, പലതരം അല്ലേ മണിമണികളുണ്ട്, രണ്ട് കളറുണ്ട്. എന്നാ കാണിക്കുക എല്ലാരെയും. പണ്ടൊക്കെ പണ്ട് മുത്തശ്ശന് കൃഷി ഉണ്ടായിരുന്നില്ലേ, ഈ വളപ്പ് മൊത്തം ചേനയൊക്കെ നട്ടായിരുന്നില്ലേ, ആ സമയത്തൊക്കെ ഓർമ്മ ഉണ്ട്. അവിടെ തൊഴുത്തില് കുറേ ചേന കൂട്ടിയിട്ടുണ്ടാവും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലിങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ പൂവ് ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ അതിലിങ്ങനെ വിരിഞ്ഞ് നിൽക്കണ്ടപ്പോ ഞാൻ ചോദിച്ചു മുത്തശ്ശനോടെ, എന്താ അത്, നന്നേ ചെറിയ കുട്ടിയാട്ടോ, ആ സമയത്താണ് ഇത് ചേനപ്പൂ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായത്. ഇപ്പൊ കഴിഞ്ഞെല്ലാം നട്ട ചേനയാണ്, അത് പറിച്ചിട്ടില്ല. അപ്പൊ പൂ ഉണ്ടായി. ഇപ്പൊ നാളൊരു പൂ എടുത്തു. ഇനി ചിലപ്പോ ഇനി കുറച്ച് ഇനി ആദ്യം ഉണ്ടാവും. നുറുക്കാം. ചേനപ്പൂ നുറുക്കുക കേട്ടോ. ഇനി ആദ്യം നമ്മളൊന്ന് കഴുകിയില്ലേ, ഇനി അത് നുറുക്കിയിട്ട് ഒന്ന് കഴുകണം. അതെ, ഞാൻ അതുകൊണ്ട് അത് തൊടുന്നില്ല, ചെറിയായി. ഞാൻ വഴുതനങ്ങ നുറുക്കാട്ടോ. സംഗതി കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ അത് വേവുമ്പോഴേക്ക് എന്താ അറിയോ, 2-3 മാങ്ങ ഉണ്ട്. 2 ദിവസമായി കൊണ്ടുവച്ചിട്ട് പഴുത്ത മാങ്ങ. അതുണ്ട് ഇതില്, പഴുത്ത മാങ്ങ ഇതിലിടൂ കുട്ടികൾക്ക് കഴിക്കാൻ. 2 ദിവസമായി പൂണ്ട് തരുമോ ചോദിക്കുന്നു. ഇതാണ് അമ്മ ഇതെടുത്തോളൂ, ഇതാണ് അമ്മയുടെ കത്തി. അല്ലേ? അതെ, കത്തി ഇതാണല്ലേ, മാറിയതാണ് എടുത്തപ്പോ. ഒരാള് ചേനപ്പൂ ഇത് നുറുക്കുക, ഒരാള് വഴുതനങ്ങ നുറുക്കുക. ഇങ്ങനെ നടു മുറിച്ചു. ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. ചില കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും, കൂട്ടാൻ വെച്ചിട്ടുണ്ടാവും, പക്ഷെ കാണാത്തവരുണ്ടാവേ. ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവര്, നമ്മളെ കേരളത്തിന് പുറത്തുള്ളടത്തൊന്നും ഇപ്പൊ ചേനപ്പൂവൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. എങ്ങനെയാണ് എന്താ ഭംഗി അറിയോ, കാണാനും നല്ല ഭംഗിയാണ്. കാണിക്കൂ മുത്തശ്ശി നേരെ. ഇവിടെ ഇങ്ങനെ മുറിച്ചെടുത്താലേ പിന്നെ ആ മണിമണിയിൽ അത് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഹായ്, സൂപ്പർ, നല്ല രസമുണ്ട്. ആള് കണ്ടോ? ആ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ആദ്യമായി കാണുകയാണ് അത്രയും ചേനപ്പൂവ്. ഇനി സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ സ്കൂളിലൊക്കെ ആരും ചേനപ്പൂവ് കൊണ്ട് കൂട്ടാൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ ചോദിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ എന്താ പറയുക എല്ലാരും അറിയാലോ. അവിടെ മുത്തശ്ശി വെക്കണ്ടായിക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞോളൂ കേട്ടോ. മുറുക്കട്ടെ, കഴിക്കണേന്റെ മുന്നേ തന്നെ ഇഷ്ടായി എന്ന് പറയാൻ പറഞ്ഞു. അല്ല, ഒരു പ്രാവശ്യം കൂട്ടാൻ വെച്ചേ. ആണോ? അതാ ചേനപ്പൂവാന്ന് അറിഞ്ഞില്ല, കണ്ടിട്ടില്ല. കുഞ്ഞുവാവിടെ മാളൂ? ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുകയില്ലേ, അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കൂല്ലേ. പിന്നെ എനിക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല അല്ലേ? യൂണിഫോം ആളെന്താ മേടിച്ചിരിക്കണേ. നല്ല വെയിലാട്ടോ, ഒന്നും മഴയൊന്നും ഇല്ല. പോയി. ആ, ചെറിയ രീതിയിൽ. അല്ല, ചൂടെന്താ, മഴ പെയ്ത അല്ല. ആ, രാത്രി ഇന്ന് രാവിലെ ഒക്കെ വെളിച്ചോമ്പളത്തിട്ട്
നല്ലൊരു മഴയുടെ ഇതൊക്കെ കണ്ടായിരുന്നു മുറ്റത്ത് വെള്ളമൊക്കെ ആയിട്ട്. പക്ഷെ ചൂടിനൊരു കുറവുമില്ല. നമ്മൾ സ്കൂൾ ഇവിടെ തുറന്നു കഴിഞ്ഞാലേ സ്കൂൾ തുറക്കാൻ പതിയ ദിവസമല്ലേ. അതെ, അപ്പൊ പിന്നെ മഴ തന്നെയാവും. അപ്പൊ മഴ വേണ്ടിയിരുന്നില്ല തോന്നൂലേ മാളു? കളറുള്ളൊരു സൈസ് ഇതാണ്, അതും കൂടി ഇതിൽ മുറിച്ചിടുന്നുണ്ട്. അതിങ്ങനെയാണ് കേട്ടോ മുറിക്കുക. പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു പഞ്ഞി പഞ്ഞി പോലെ ഉണ്ടാവും. ബുക്കെല്ലാം കഴിഞ്ഞു. കഴുകി ചൊറിഞ്ഞോ? എനിക്ക് ചോർന്നൊന്നുമില്ല. ഇല്ല, ഞാൻ തൊടാറിലേക്ക് പേടിയാ ചൊറിയേ. അപ്പോൾ അത് കച്ചിട്ടിൽ ഇട്ട് കൊടുക്കട്ടെ. ഒഴിക്കുക, മഞ്ഞപ്പൊടി ഇടുക. അതെ അമ്മ, ഒരു കാര്യം, ചേനയുടെ എല്ലാം നമുക്ക് ഉപയോഗമാണ് അല്ലേ? ഒരുവിധം എല്ലാം എടുക്കാം. ചേനയുടെ തണ്ട്, ചേനയുടെ ഇല, ചേനയുടെ പൂവ്, പിന്നെ ചേന. അതെ അതെ ചേന. അങ്ങനെ അതല്ലേ ഒരു കഥ കേട്ടില്ലേ? കഥയിലെ ഒരു പാട്ടുണ്ടല്ലോ, ചേനയുടെ അല്ല എന്താ വാഴയും ചേനയുടെ പാട്ടില്ലേ? അമ്മ അറിയില്ലേ? ഓർമ്മട്ടില്ല. നമുക്കിപ്പോ ഇത് ഉണ്ടാക്കാം വേഗം. എന്തോ സ്കൂളിൽ പഠിച്ചത് തന്നെയാണ്. ഞാൻ കേട്ടിട്ടില്ല അത്. ആലോചിച്ചോ. ഇതിലെന്താ ഇനി ചെയ്യേണ്ടത്? ഇതിന് വെള്ളം ഒഴിക്കുക, മഞ്ഞപ്പൊടി ഇടുക. എന്നാ വേഗം ആയിക്കോട്ടെ. പിന്നെ കുറച്ച് വേവാറും ഉപ്പിടുക. പിന്നെ നമ്മളെ മാങ്ങ ഇടുക. ബുദ്ധി ഉപയോഗിച്ചില്ലേ? ബുദ്ധിയോ? വാഴ വെച്ചു, ഒരാള് ചേന വാഴ വെച്ചു, ചേന നട്ടു. കേട്ടിട്ടുണ്ട്. പക്ഷെ പാട്ടുണ്ടായിനേ. അതെ, ഞാൻ കേൾക്കാറില്ല. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. വെള്ളം ഒഴിക്കുക. ചേനയെ കൊണ്ട് ഒപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചേനപ്പൂവ് അല്ലേ, അല്ലെങ്കിലേ ചൊറിഞ്ഞാലോ. ചേനയും പ്രശ്നത്തിന്റെ ഒപ്പം വേണമെന്നില്ല. അപ്പൊ നമ്മൾ ചക്കൊക്കെ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ ഒപ്പം വെള്ളം വേണമെന്നില്ല, അല്ലെങ്കിലും വെള്ളം. ഇതാവണല്ലോ അല്ലേ? അതെ അതെ, ഇത് മതി. കുറച്ചാകുമ്പല്ലേ ഇത് മാങ്ങ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ. മാങ്ങയൊക്കെ നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കത്തിച്ച് കൊടുക്കട്ടെ. ഇനി കത്തിക്കാൻ കേട്ടോ, ഗ്യാസ് കത്തിക്കട്ടെ. നമുക്ക് അടച്ചു വെക്കാം. അതെടുത്തു കറ കളിച്ചടിയിട്ടാണ് ഇത് മണ്ണിന്റെ. അത് അതെ അതെ, എന്നാലും ഇതാ കല്ലും നമ്മളധികം ഇതാണ് അടയ്ക്കാറ്. ഞാൻ ഉപ്പേരി വെക്കട്ടെ കേട്ടോ. ഞാനെന്തൊരു പണി ചെയ്യുന്നത്, വീട്ടിൽ 2 ദിവസമായി തുടങ്ങിയിട്ട് മാങ്ങ ചെത്താൻ പറയുന്നു. അപ്പോൾ ഏതായാലും ആ നേരം കൊണ്ട് ഒരു മാങ്ങ കൂടി ഉണ്ടായത് എവിടെ പോയി? 3 കൊണ്ടുവന്നത്. അതല്ലേ ചെത്തല്ലേ വെച്ചോണ്ടിരുന്നേ. പറഞ്ഞത് വളരെ സൂത്രക്കാരി തന്നെ. കശിക്കിന്റെ അടുത്ത് കണക്കൊക്കെ ഉണ്ടേ. പക്ഷെ ഇങ്ങോട്ട് വരും, അവിടെ നിന്ന് ചെത്തിയാ കാണില്ല കേട്ടോ. അത് കഴുകിയിട്ടുണ്ട്. ശരി. ഓക്കെ, നീലമാങ്ങാറിന് വാങ്ങിയ നല്ല മധുരം ഉണ്ടാവും. അത് ചേച്ചി ഞാൻ കടയിൽ ചെന്ന് ചോദിച്ചു, നീലമാങ്ങ. ചേച്ചി ഇതൊക്കെ നീലമാങ്ങയാണല്ലോ. അപ്പോൾ ഞാൻ എന്നാൽ 1 കിലോ എടുത്തോളൂ പറഞ്ഞു. അപ്പോൾ ഒന്ന് ചെത്തേക്കിപ്പോൾ വലിയ മധുരം തോന്നിയില്ല. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയട്ടെ. അതൊക്കെ മൂക്കണതിന്റെ മുന്നേ പൊട്ടിച്ച് പഴിപ്പിക്കുകയേ. അതുകൊണ്ടാണ് നല്ല മൂത്താണ്, നല്ല മധുരമാണ്. ഇത് മാങ്ങ ചൊറിയോ? ഇപ്പൊ ചേനയുടെ കത്തി ആയതുകൊണ്ട് കഴുകിയതാണല്ലോ. അപ്പോൾ അതാ നോക്കൂ, നല്ലോണം വെന്തുടങ്ങി. ഉടഞ്ഞു. ഉടങ്ങിയോ? നമ്മളെ കൂട്ടാൻ നേരൊക്കെ തെറ്റി, ഊണ് വയ്ക്കണ നേരം തെറ്റി. മുത്തശ്ശിക്കൊന്ന് വൈകി. നമ്മളൊന്ന് കൂട്ടാൻ വെക്കാനും വൈകി, അതാ ഉണ്ടായത്. മുത്തശ്ശി 1 മണി നമ്മളൊക്കെ കഴിക്കുന്ന ആളാണ്. ചേനപ്പൂവും മാങ്ങി. ഒന്ന് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അരച്ച കൂട്ടണ്ടേ അമ്മ? ഞാൻ അരച്ചെടുത്തോളൂ. നാളികേരം, ചുവന്നമുളകും ജീരകവും കൂടെ അരച്ചതാട്ടോ. ഇത് ചേർത്ത് ഗ്യാസ് ഒന്ന് താത്താം, സിമ്മിലാക്കാം. ജീരകം കൂട്ടിയാൽ പിന്നെ അധികം വല്ലാതെ തിളയ്ക്കാൻ പാടില്ല. പക്ഷെ ഈ ചട്ടിയെ കൊണ്ട് പ്രത്യേകിച്ചും. അപ്പൊ നമ്മൾ നിർത്തുകയായി ആയി കേട്ടോ. ലെമൺ നിർത്തട്ടെ? നിർത്തിക്കോളൂ. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്നാവേ. അല്ല, ഇതിൽ കുറച്ചുണ്ട്, അതും കൂടെ അതിലേക്ക് ആക്കാം. ഇതിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ കൂട്ടാൻ റെഡിയായി. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പരിപ്പ് ഇട്ടിട്ടും വെക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചോളൂ.
ഇവിടെ ആട്ടി വെളിച്ചെണ്ണ ആ മുത്തശ്ശി ഇതിൽ ഒഴിച്ചതാ. കുറച്ചല്ലോടോ അയ്യമ്മേ. ശരിയാ. മുത്തശ്ശിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അമ്മായി. എന്താ എന്ത് ചേരപ്പൂവിനോ? ഉണ്ടാക്കാനോ? ആ പിന്നെ നാളികേരം കൊട്ടായിട്ട് പൊളിക്കാൻ കിട്ടാണ്ട് അമ്മ മഴ കൊണ്ട് വെട്ടി പൊളിച്ചില്ലേ. പിന്നെ പൂളാനൊക്കെ അമ്മായി കൂടി വെയിലിനിട്ടു. ചൂടായൊന്നും കൊണ്ടില്ല. അതെ അപ്പൊ കൊത്തി പൊളിച്ചു. അതെ. ഇത് മുകളിൽ കൊണ്ടുപോയി വെക്കലും ഉണക്കലും മുക്കലൊക്കെ കഴിച്ചു. നമ്മളെ കൂട്ടാൻ ആട്ടി കൊണ്ടുവന്നു. അതെ. അപ്പൊ നമുക്കിതൊക്കെ കഴുകിയൊക്കെ റെഡിയാക്കാണ്ട്. ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ എല്ലാവർക്കും ബൈ. ബൈ.